ചാലിയാറിൽ പൂളക്കോട് ഭാഗത്ത് കാണാതായ മാവൂർ കുതിരാടം ബഷീറിന്റെ മകൻ ബാസിലിന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് ബാസിലിനെ കാണാതായിരുന്നത്. ബുധനാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലിനൊടുവിൽ രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടെയുണ്ടായിരുന്ന 2 പേർ വിവരമറിയിച്ചതനുസരിച്ചുള്ള സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് പൂളക്കോട് ഭാഗത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തിയത്. രാത്രിയിൽ കാണാതായ സ്ഥലത്ത് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും 3 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ബുധനാഴ്ച പുലർച്ചെയാണ് പുനരാരംഭിച്ചത്. ബുധനാഴ്ച 10 മണിയോടെ അഗ്നിരക്ഷാസേനയുടെയും മുങ്ങൽ വിദഗ്ധരായ സ്കൂബ ടീം അംഗങ്ങളാണ് മൃതദേഹം കണ്ടെത്തിയത്. മാവൂർ പോലീസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, TDRF വളണ്ടിയർമാർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നു. ചാലിയാർ പുഴയിൽ മാവൂർ മന്ദലക്കടവിൽ ഭാഗത്ത് ഇന്നലെ രാത്രി മീൻപിടുത്തത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ പോവുകയും രാത്രി തന്നെ വിവരമറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും മാവൂരിലെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും തെരച്ചിൽ നടത്തി. രാത്രി കിട്ടിയില്ല. പിന്നെ രാവിലെ വീണ്ടും 7 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിച്ചു. ഇപ്പോൾ സമയം 10:30 സമയത്ത് ബോഡി കിട്ടി. ഇൻക്വസ്റ്റ് നടത്തി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിശോധനയിൽ മാവൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മുക്കം, അതോടൊപ്പം തന്നെ വെള്ളിമാട് കുന്ന്, മാവൂരിലെ മുഴുവൻ ആളുകളും, ആ പ്രദേശത്തെ ആളുകളും ജനപ്രതിനിധികളും എല്ലാവരും ഊർജിതമായിട്ട് ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചാലിയാർ പുഴയിൽ അകപ്പെട്ടു പോയ നമ്മുടെ മാന്യ സുഹൃത്ത് TDRFിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ബഷീറിന്റെ മകന് ബാസിലിന്റെ ബോഡി ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫയർ റെസ്ക്യൂ ടീമും അതേപോലെ തന്നെ ക്യൂബ ടീമൊക്കെ വന്ന് മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നതിന് ശേഷമാണ് കിട്ടിയത്. ബോഡി നേരത്തെ വെള്ളത്തിൽ മുങ്ങി അതേ സ്ഥലത്ത് തന്നെ കിട്ടാൻ സാധിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഷീറിന്റെ മോനാണ്. ദുരന്തബാധിത പ്രദേശത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, സജീവമായിട്ട് പഞ്ചായത്തിന് കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ബഷീർ. ഏതായാലും നമ്മളെല്ലാവരും ഇന്ന് ആ ദുഃഖത്തിലാണ് ഉള്ളത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി പൂർത്തിയാക്കി മറ്റു നടപടിയിലേക്ക് നീങ്ങുന്നതാണ്.